ബുഷിയായിട്ട് നിൽക്കുന്ന മറ്റൊരു റോസ് കൂടി കണ്ടാലോ? ഇതും നാടൻ റോസ് തന്നെയാണ്. ഒരു കുലയിൽ ഇപ്പോൾ 4 പൂക്കളുണ്ട്. ചെടിയുടെ കമ്പുകൾക്ക് വണ്ണം തീരെ കുറവാണ്. ഈർക്കിൽ വണ്ണം അതേ ഉള്ളൂ. ഇതാണ് ചെടി. അധികം വണ്ണം വയ്ക്കുന്ന പ്രകൃതമല്ല ഈ ചെടിയുടേത്. പൂവുകൾ എതളുകളായി, ഒരൊറ്റ ലെയറിലുള്ള എതളുകളായി നിൽക്കുന്നു. നിറയെ പൂക്കുന്ന ഒരു നാടൻ റോസ് തന്നെയാണിത്. ഇതിൻ്റെ കമ്പുകൾ നട്ട് തന്നെയാണ് ഇത് പിടിപ്പിച്ചെടുക്കുന്നത്. ഇതിന് ചുറ്റും മറ്റ് ചെടികളുണ്ട്. കണ്ണാടി ചെടി, പിന്നെ ഒരു ചെത്തി, അത് മിനിയേച്ചർ ചെത്തിയാണ്. പിന്നെ ഈ നിലത്തോടെ നിൽക്കുന്ന പുല്ലുകളല്ല. ഇതൊരു ഹാങ്ങിങ് ചെടിയാണ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വെച്ചിരിക്കുന്നത്. കുറച്ച് ഹാങ് ആയി നിന്നൊക്കെ പോയി. പിന്നെ ഇവിടെ ഒരു ഓർക്കിഡ് ഉണ്ട്. പിന്നെ മറ്റൊരു ബന്ദിയുണ്ട്. ബന്ദി പൂ വിരിയാറായിരിക്കുന്നു. പിന്നെ കാണുന്നത് ഒരു തുളസിയാണ്. ഇതിൻ്റെയൊക്കെ നടുവിൽ റോസ തല ഉയർത്തി പൂക്കളുമായിട്ട് നിൽക്കുന്നു. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണിത്. കമ്പ് നട്ട് ഇലകൾ വന്നു തുടങ്ങിയാൽ നമുക്ക് സാധാരണ ചെടികൾക്ക് കൊടുക്കുന്ന വളപ്രയോഗം മതി. പക്ഷെ പൂക്കാനായിട്ട് കൊടുക്കേണ്ടത് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറയുന്ന കണക്ക് പൊട്ടാഷോ അത് കലർന്ന വളങ്ങളോ ആണ്. ഇത്രയും ചെറിയ ശിഖരങ്ങളാണെങ്കിലും ഇതിൻ്റെ കമ്പുകൾ നട്ട് അടുത്ത തൈ ഉണ്ടാക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ നിർത്തിയിരിക്കുന്നതാണിത്. അതുപോലെ ചെറിയ കമ്പ് നട്ട് ഒരു തൈ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ചെറിയ കമ്പായിരുന്നു. ഞാൻ നട്ട് ഇലകളൊക്കെ വന്ന് പതുക്കെ പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി ഇതിന് നമുക്ക് ആവശ്യത്തിന് കെയറിങ് കൊടുത്താൽ ഇതും നിറയെ പൂക്കളുണ്ടായി നിൽക്കും. ഇങ്ങനെ ചട്ടിയിൽ തന്നെ നടണമെന്നില്ല, നിലത്ത് നട്ടാലും ഈ ചെടി പിടിച്ചു വരുന്നതും പുഷ്പിക്കുന്നതുമായിരിക്കും.